യെസ്, ഇപ്പോൾ ആട്ടത്തിലെ നായിക കഥാപാത്രം സെറിൻ ഷിഹാബ് കൂടി നമ്മളൊപ്പം ചെയ്യുന്നു. സെറിൻ, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ആട്ടം, മികച്ച ചിത്രം, മികച്ച എഡിറ്റിംഗ്, തിരക്കഥ, ഈ 3 പ്രധാനപ്പെട്ട കാറ്റഗറികൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ ഒരു കോർ പാർട്ടായി നിന്ന ആളാണ് താങ്കൾ. എന്ത് തോന്നുന്നു? നമ്മൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ലൈക്ക് ഈ നല്ല കാറ്റഗറീസിൽ ഇത്ര എല്ലാം ലൈക്ക് ഈ എഡിറ്റിംഗ്, സ്ക്രീൻ പ്ലേ ആൻഡ് ബെസ്റ്റ് ഫിലിം, നല്ല കാറ്റഗറീസിലാണ് നമുക്ക് ഈ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. സോ വി ആർ ഓൾ വെരി ഹാപ്പി. ഇപ്പോൾ എല്ലാവരും ഒരു സെലിബ്രേറ്ററി മൂഡിലാണ് നിൽക്കുന്നത്. സോ വളരെ വളരെ ഹാപ്പിയാണ്. നമ്മൾ എടുത്ത ആ എഫേർട്ടിന്റെ ആ റിസൾട്ടും പ്രതിഫലവും ഒക്കെ ലഭിച്ചതിൽ എല്ലാവർക്കും നല്ല അഭിമാനവും സന്തോഷമേ ഉള്ളൂ. സെറിൻ, ആ മൂവി കണ്ടവർക്കറിയാം അതിനകത്ത് ഉള്ള ഒരു ഏക സ്ത്രീ കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫുൾ ടൈം നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ പറയാം, അല്ലെങ്കിൽ മാത്രമല്ല അരങ്ങെന്ന് പറയുന്ന ആ ഒരു നാടക ട്രൂപ്പിലത്തെ ഒരേ ഒരു സ്ത്രീ കഥാപാത്രമാണ്. കുറേ പുരുഷന്മാർക്കൊപ്പമുള്ള ഒരു സ്ത്രീ കഥാപാത്രം. അപ്പോൾ സ്ത്രീകൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ സമയത്ത് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ആ കഥാപാത്രം അനുഭവപ്പെടുന്ന ഇമോഷൻസ് ഒക്കെ കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യാൻ സെറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ആ ചിത്രം ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അംഗീകാരം ഈ രീതിയിലേക്ക് മാറുമ്പോൾ, ഒരു ദേശീയതലത്തിലേക്ക് മാറുമ്പോൾ, ആസ് എൻ ആർട്ടിസ്റ്റ് എന്താണ് സെറിന് തോന്നുന്നത്? അത് ഞാനാണ് ആ ക്യാരക്ടർ പ്ലേ ചെയ്തത്. പക്ഷെ അത് എന്റെ മാത്രം എഫേർട്ട് കാരണമല്ല. ലൈക്ക് നമ്മുടെ ഡയറക്ടറും എസ്പെഷ്യലി എന്റെ കോ ആക്ടേഴ്സും അവരെന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ലോകധർമ്മി ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് ആണ്. ആൻഡ് ഇവരെല്ലാവരും ഭയങ്കര ഓപ്പൺ ആയിട്ട് തന്നെ ആ ഗ്രൂപ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്തു. ഞാനും ആ ഗ്രൂപ്പിന്റെ ഒരു മെമ്പറായി. ആൻഡ് വെർ ഓൾ വെരി വെരി ഹാപ്പി. നമ്മള് കുറെ നാള് റിഹേഴ്സൽസും വർക്ക്ഷോപ്പും ഒക്കെ നടത്തിയതിന്റെ ഒരു റിസൾട്ടും എല്ലാം ഇപ്പോഴാണ് നമ്മൾ അറിയുന്നതും അനുഭവിക്കുന്നതും. സോ വെരി ഹാപ്പി, നോ വേർഡ്സ്. ഭയങ്കര പ്രൗഡാണ് എല്ലാവരും. അതെ, ഒരു സിനിമയ്ക്കകത്തൊരു ഡ്രാമ എന്ന രീതിയിലൊക്കെയാണല്ലോ ആ ചിത്രത്തിനെ പറയുന്നത്. അങ്ങനെ ഒരു അപ്രോച്ചാണ് ആ മൂവിയിൽ ആനന്ദ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പേര് അതിനകത്തുണ്ട്. ഇപ്പം സെറിൻ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ കൂടെയൊക്കെയുള്ളൊരു ആക്ടിങ്, അല്ലെങ്കിൽ അത് ഒരു പഠനക്കളരിയായിരുന്നോ സെറിന്? എന്താണ് അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും ഞാൻ ആക്ടിങ്ങിനെ കുറിച്ചല്ല, എന്നെ തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇതുപോലത്തെ നല്ല അവസരങ്ങൾ വല്ലപ്പോഴേ വരാറുള്ളൂ. ലൈക്ക് ആസ് എൻ ആക്ടർ ഐ എം ഈവൻ മോർ ഗ്രേറ്റ്ഫുൾ ഫോർ എ ഫിലിം ലൈക്ക് ആട്ടം. ഇനിയും ഇതുപോലത്തെ നല്ല അവസരങ്ങൾ മലയാള സിനിമയ്ക്കും ഉണ്ടാവട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. യെസ്, ഇനിയിപ്പോ അടുത്ത പ്രോജക്റ്റുകളൊക്കെ എന്താണ് സെറിൻ? ഇവിടെ തന്നെ മലയാളത്തിൽ തന്നെ ഉണ്ടോ? മലയാളത്തിൽ തന്നെ ഉണ്ട്. അടുത്തത് രേഖാചിത്രം എന്ന ജോഫിൻ ടി ചാക്കോ, പ്രീസ്റ്റിന്റെ ഡയറക്ടർ ജോഫിൻ ഡയറക്ട് ചെയ്യുന്ന ഒരു അടുത്ത സിനിമയിലുണ്ട്. പിന്നെ ലൈക്ക് കൃഷാന്തിന്റെ വെബ് സീരീസ് നാലര സംഘം സോണി ലെവന് വേണ്ടിയുള്ള വെബ് സീരീസിലും ഉണ്ട്. ഓക്കെ, നേരത്തെ ഈ ടെലിവിഷൻ സീരീസിലൊക്കെ ചെയ്തിരുന്നല്ലോ മുമ്പ്, ഈ പറയുന്ന പോലെ ഈ ജുഗാദിസ്ഥാൻ എന്നൊക്കെയുള്ള ഫാമിലി മാൻ. യെസ്, ആമസോൺ പ്രൈമിലുള്ള ഫാമിലി മാൻ ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയുള്ള വർക്കുകൾക്ക് വലിയ എനർജി തരുന്നതാണ് ഈ നേട്ടമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. സെറിന്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ നേരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. സെറിൻ ഷിഹാബാണ് നമ്മളോട് സംസാരിച്ചത്. ആട്ടം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച സെറിൻ ഷിഹാബാണ് ഇപ്പോൾ പ്രതികരിച്ചത്. വലിയ സന്തോഷം എന്നാണ്. ഇത് ഒരാളുടെ മാത്രം വിജയമല്ല, ഒരു ഗ്രൂപ്പിന്റെ വിജയമാണ് എന്നാണ് അവരും നമ്മളോട് പറഞ്ഞത്.